അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഴുതി നിർത്തി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്. 24 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇസ് ഈക്വൽ ടു 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 4 പ്ലസ് 4 സ്ക്വയർ. ഇത്രയല്ലേ എഴുതിയുള്ളൂ? ബാക്കി എഴുതിക്കോ. 20 സ്ക്വയർ എത്രയാണ്? 400. പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 4. 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 4 16. ഒരു 0 കൂടെ ചേർക്കുമ്പോ 160 പ്ലസ് 4 സ്ക്വയർ 16. ഇതൊന്ന് ആഡ് ചെയ്ത് പറഞ്ഞ എത്ര വരുമെന്ന്? ഹൈഡ് ഉള്ളതല്ല കൂട്ടേണ്ടത്, അവിടെ പേപ്പറിനകത്ത് എഴുതി കൂടാ. 576. 576 ഇതുകൊണ്ടെന്നെങ്കിലും ഇല്ല. അപ്പൊ ഇടതുവശത്ത് മാർജിനിലോട്ട് എഴുതുക. ഇനി നമ്മുടെ എത്രാമത്തെ ക്ലാസ്? സിക്സ്ത് ക്ലാസ്. സിക്സ്ത് ക്ലാസ് ഡേറ്റ് 9/5/2026. സാറ്റർഡേ പ്രസന്റ്. ഓക്കെ, നമ്മളൊരു സുപ്രധാനമായ ടേണിംഗ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി പറയട്ടെ. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. അപ്പൊ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ആ മാർജിനിൽ വേണ്ടി ഇങ്ങനെ ഒന്ന് എഴുതിയേക്കണം. എന്തുവാ? ക്യൂ മീൻസ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് എഴുതാനാ. കാൽക്കുലേറ്റ് the square of 36. Calculate the square of 36 like this. ചോദ്യത്തിന്റെ അർത്ഥം ഇതുപോലെ നിങ്ങൾക്ക് ആരുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന്. 36ന്റെ 36ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് ആദ്യം ആ ബോക്സ് ഒന്ന് വരയ്ക്കാം. എന്റെ കൂടെ വരച്ചോളൂ. ആദ്യം ആ ബോക്സ് ഒന്ന് വരയ്ക്കാം. 36ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ബോക്സ് അങ്ങോട്ട് വരയ്ക്കാം. 36ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിനെ എങ്ങനെയായിരുന്നു സ്പ്ലിറ്റ് ചെയ്യുന്നത്? 30യും 6ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 36. ഓക്കെ. ഇനി ഓരോ സെല്ലും എങ്ങനെയായിരുന്നു ഫില്ല് ചെയ്യുന്ന പറഞ്ഞാട്ടെ. 30 ഇൻറ്റു 30 ഈക്വൽ. അടിപൊളിയായിട്ടുണ്ട്. 30 ഇൻറ്റു 30 30 ഇൻറ്റു 30 3 ഇൻറ്റു 3 9. പിന്നെ 2 0 കൂടെ ചേർക്കുമ്പോ 900 ആണോ? ഓക്കെ. ഇനി ഈ സെൽ എങ്ങനെയാ ഫില്ല് ചെയ്യുന്നത്? 30 ഇൻറ്റു 6 ഈക്വൽ 180. ഓക്കെ. അടുത്തത് ഈ സെൽ എങ്ങനെയാ ഫില്ല് ചെയ്യുന്നത്? 6 ഇൻറ്റു 30 അതും എത്ര വരും? 180. അടുത്ത സെൽ എങ്ങനെ ഫില്ല് ചെയ്യും? 6 ഇൻറ്റു 6 ഈക്വൽ 30. ഓക്കെ. ഇനി പേന താത്ത് വെച്ച് ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ചുരുക്കി എഴുതാൻ പോവാണ്. 36ന്റെ സ്ക്വയർ ആണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്. എല്ലാവരും നോക്കിയിരിക്കുക. അതിനെ ഞാൻ ഇങ്ങനെ എഴുതിയാൽ ശരിയാണോ നിങ്ങൾ പറയണം. 30 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ അത് 900 ആണെന്ന് നമുക്കറിയാം. അല്ലാതെ അതിനെ എങ്ങനെ എഴുതാം? 30 ഇൻറ്റു 30യെ ഒരു നമ്പരിനെ അതേ നമ്പര് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സ്ക്വയർ. അപ്പൊ 30 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ അത് ആരാ? 30യുടെ സ്ക്വയറാ. 30യുടെ. ഇനി ഈ ഡയഗണലിലുള്ളവരെ നോക്കിക്കേ. അതാരാ? 30 ഇൻറ്റു 6ഉം 30 ഇൻറ്റു 6ഉം എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാവോ? 2 ഇൻറ്റു
30 × 6 എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. പ്ലസ് ഇത് 6 × 6 അതിനെങ്ങനെ എഴുതും? 6 സ്ക്വയർ ഇങ്ങനെ എഴുതും. എഴുതിയേക്കുന്ന ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുകൂടെ. ഇതിലെ ഒന്നാമത്തെ സെൽ എന്ന് പറയുന്നത് 30 × 30 ആണ്. 30 × 30 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 30 സ്ക്വയർ. ഇനി അടുത്തത് ഡയഗണലിൽ നോക്കിക്കേ. ഒരു 30 × 6 ഒരു 6 × 30 രണ്ടും ഒരേ ആള് തന്നെ അല്ലേ? അത് നമ്മൾ ആഡ് ചെയ്യുന്നതിന് പകരം എങ്ങനെ എഴുതാം? 2 × 30 × 6. പിന്നെ കിടക്കുന്നത് 6 × 6 അല്ലേ? അതിനെ എങ്ങനെ എഴുതാം? 6 സ്ക്വയർ ഈക്വൽ 30യുടെ സ്ക്വയർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 900 പ്ലസ് 2 × 3 2 × 3 6 6 × 6 6 × 6 36. അപ്പം 360 പ്ലസ് 6 സ്ക്വയർ 36. ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 1296 എന്ന് കിട്ടും. എഴുതിയാട്ടെ. ഇനി ഒരു ചോദ്യമാണ്. ഇതേപോലെ ഇതെല്ലാം നമ്മളിപ്പോ കണ്ടുപിടിച്ചത് മൊത്തം 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ അല്ലേ? 11ന്റെ സ്ക്വയർ, 12ന്റെ സ്ക്വയർ, 13ന്റെ സ്ക്വയർ അല്ലേ? പിന്നെ 21ന്റെ സ്ക്വയർ, 22ന്റെ സ്ക്വയർ, 23ന്റെ സ്ക്വയർ, ഇപ്പൊ 36ന്റെ സ്ക്വയർ. ഇതെല്ലാം എന്ത് നമ്പരാണ്? 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എല്ലായ്പ്പോഴും ഇങ്ങനെ സെല്ല് വരച്ച് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് വരയ്ക്കാതെ ഉത്തരം കണ്ടുപിടിക്കാം? സെല്ല് വരയ്ക്കാതെ ഉത്തരം കണ്ടുപിടിക്കാം. അപ്പൊ എഴുതിക്കോളൂ ഒരു ചോദ്യമായിട്ട്. കാൽക്കുലേറ്റ്, വേണ്ട അടുത്ത വരി അങ്ങനെ മതി. കാൽക്കുലേറ്റ് the square of any 2-digit number like this comma without drawing 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 cells without drawing cells. ശ്രദ്ധിക്കാം, ഞാൻ നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള 3ാമത്തെ ചാപ്റ്ററിന്റെ പേര് സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന്. എന്താണ് സ്ക്വയർ ഐഡന്റിറ്റീസ്? അവിടെ പഠിക്കുന്ന ഒരു സംഗതി പറഞ്ഞുതരാം. അത് 3ാമത്തെ പാഠത്തിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അത് ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന കാര്യം എന്ന് വേഗം പിടികിട്ടും. അത് ഇതെങ്ങനെ വായിക്കുന്നേ? x+y² നിങ്ങൾ സ്ഫടികം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? മോഹൻലാലിന്റെ സ്ഫടികം കണ്ടിട്ടില്ലേ? അതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരെന്താണ്? തോമസ് ചാക്കോ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. പക്ഷെ അയാൾ പിന്നീട് സിനിമയിൽ ആരായി മാറുന്നു? ആട് തോമയായി മാറുന്നു. ആരായി മാറുന്നു? അദ്ദേഹത്തിന്റെ അച്ഛൻ കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് തിലകനാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു കണക്ക് അധ്യാപകനാണ് അല്ലേ? അദ്ദേഹത്തിന്റെ പേരാണ് ചാക്കോ മാഷ്. എന്താണ്? ചാക്കോ മാഷ്. അപ്പോ ആ സിനിമയ്ക്കകത്തിൽ ചാക്കോ മാഷ് ഇടക്കിടയ്ക്ക് പിള്ളേരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, a+b². ഇനി സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചോണം. എന്താണ് a+b²? നിങ്ങളുടെ പുതിയ പുസ്തകത്തിൽ എക്കും ബിക്കും പകരം അവർ എക്സും വൈയും വെച്ചാണ് പറഞ്ഞേക്കുന്നത്. വിശദമായിട്ട് നമുക്ക് 3ാമത്തെ പാഠത്തിൽ പഠിക്കാനുണ്ട്. ഇവിടെ ഞാനത് പരിചയപ്പെടുത്തിയിരുന്നു. x+y ഈക്വൽ x² പ്ലസ് 2xy പ്ലസ് y². ഒന്നുകൂടെ, എന്താണ് x+y ഈസ് ഈക്വൽ ടു ഒന്നുമില്ല, ആദ്യത്തെ ആളിന്റെ സ്ക്വയർ, അതാണല്ലോ x². ഈ 2 ഇൻറ്റു ഗുണിക്കണം x ഇൻറ്റു y. ഇവരെ 3 പേരെയും കൂടെ ഗുണിച്ചങ്ങ് നോക്കുക, അത്രയേ ഉള്ളൂ. അതാണ് 2xy.
പ്ലസ് രണ്ടാമത്തെ ആളിന്റെ സ്ക്വയർ. ഒന്നുകൂടെ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ആദ്യം ഒന്നാമത്തെ ആളിന്റെ സ്ക്വയർ എഴുതണം. അതാരാ? എക്സ് സ്ക്വയർ. പിന്നെന്തുവാ വേണ്ടത്? ഈ ഇവിടെ കാണുന്ന മൂന്ന് പേരെയും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. ആരൊക്കെയാ മൂന്ന് പേര്? ഈ ടൂവിനെയും ഈ എക്സിനെയും ഈ വൈയെയും കൂടെ ഗുണിക്കണം. അപ്പൊ എന്ത് കിട്ടും? 2xy എന്ത് വരും? പ്ലസ് ഈ വൈയുടെ സ്ക്വയർ. ഒന്നുകൂടെ ഒന്നാമത്തെ ആളിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഈ കാണുന്ന രണ്ടുപേര് ആരൊക്കെ? എക്സും വൈയും പ്ലസ് ആരുടെ സ്ക്വയർ? രണ്ടാമത്തെ ആളിന്റെ സ്ക്വയർ. അപ്പൊ നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്ന് എഴുതിക്കേ. നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്ന് എഴുതി വരച്ച് ബോക്സിലിടുക. നോട്ട് എന്ന് എഴുതിയിട്ട് ഇതൊന്ന് എഴുതി ബോക്സിലിടുക. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എഴുതാനാ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ എക്സാമ്പിളോട് കൂടി അത് മാറിക്കിട്ടും. ഞാൻ ഇതെടുത്തൊന്ന് മുകളിലോട്ട് എഴുതുകയാണ്. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് xy വൈ സ്ക്വയർ. എഴുതുക. എക്സാമ്പിൾ ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് 79. ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് 79. ഇനി പേൻ അടച്ച് ബുക്കിലോട്ട് വെക്കും. 79 79 ബുക്കടച്ചു പോയി. നമ്മൾ ആരുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവാണ്? 79ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവാം. ഞാൻ ഈ 79 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. സ്പ്ലിറ്റിംഗ് നിങ്ങൾക്ക് അറിയാം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോളം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? 70യും 70 പ്ലസ് 9 ദ ഹോൾ സ്ക്വയർ. ഇതല്ലേ 79 സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് എക്സ് ആയിട്ട് എടുക്കുക, ഇത് വൈ ആയിട്ട് എടുക്കുക. അപ്പൊ ഒന്ന് പറഞ്ഞോണ്ട് ഉത്തരം നേരെ മുറി കിടപ്പുണ്ട്. ആദ്യം എക്സിന്റെ സ്ക്വയർ. ആരുടെ സ്ക്വയർ? 70യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 70 ഇൻറ്റു 9. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്ലസ് ആരുടെ സ്ക്വയർ? 9 സ്ക്വയർ. ഒന്നുകൂടെ ആദ്യം ആരുടെ സ്ക്വയർ? 70യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 70 ഇൻറ്റു 9 പ്ലസ് 9ന്റെ സ്ക്വയർ. 7 സ്ക്വയർ. 70യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം 7ന്റെ സ്ക്വയർ അതുള്ളൂ. 7ന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയർ 7 ഗുണം 7 49. എത്രയാണ്? 49. ഇവിടെ ഒരു 0 ഉണ്ടെങ്കിൽ അവിടെ എത്ര 0 വരും? 2 0. ഇവിടെ കിട്ടിയോ? പ്ലസ് 2 ഇൻറ്റു 7 14. 14 ഇൻറ്റു 9 സൈഡിലോട്ട് മരുന്ന് കുണിച്ച് നോക്കിക്കേ. 14 ഗുണം 9. 14 ഇൻറ്റു 9 14 ഗുണം 9 126. പക്ഷെ അതിന്റെ കൂടെ ആരെ കൂടെ ചേർക്കണം? ഒരു 0 കൂടെ കൂട്ടും. പ്ലസ് 9 സ്ക്വയർ 81. ഓക്കെ, നമുക്ക് ഇത് മൂന്നൂടെ സൈഡിലോട്ട് മാറ്റി ആഡ് ചെയ്ത് നോക്കാം. 4900 1260 81 കൂടെ ആഡ് ചെയ്യുന്നു. പറഞ്ഞാട്ടെ 1 പറഞ്ഞോ 6 8
6 അധികം 8, 6 8 കൂടെ കൂട്ടിയാൽ 14 4 ശിഷ്ടം 1, 9 1 10, 10 2 12 2 ശിഷ്ടം 1, 4 1 5 5 1. അപ്പൊ എത്ര ആൻസർ? 6241. 6241. അപ്പൊ പിടികിട്ടിയ സംഗതി എഴുതിയെടുത്താട്ടെ. വേണ്ട, അത് ഓൾറെഡി നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതങ്ങ് എഴുതിയാൽ മാത്രമായി. ആരുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് പറഞ്ഞത്? ആരുടെ സ്ക്വയർ കണ്ടുപിടിക്കാനാ പറഞ്ഞേ? 64ന്റെ സ്ക്വയർ ആണോ? നമ്മൾ എഴുതി 64 സ്ക്വയർ ഇസ് ഈക്വൽ ടു 60 പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. ഇതിൽ ആരെ എക്സ് ആയിട്ട് എടുക്കും, ആരെ വൈ ആയിട്ട് എടുക്കും? 60യെ എക്സ് ആയിട്ട് എടുക്കും, 4നെ വൈ ആയിട്ട് എടുക്കും. ആണോ? അപ്പോൾ അങ്ങനാണെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ ആൻസർ. പറഞ്ഞോ. 60യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 60 ഇൻറ്റു 4 പ്ലസ് 4 സ്ക്വയർ. 60യുടെ സ്ക്വയർ 60ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ആദ്യം 6ന്റെ സ്ക്വയർ എടുക്കാം. 6ന്റെ സ്ക്വയർ 6 ഇൻറ്റു 6 36. ഇനി ഇവിടെ ഒരു 0 ഉണ്ടെങ്കിൽ ഇവിടെ എത്ര 0 ഇടണം? 2 0 പ്ലസ് 2 ഗുണം 6 12. 12 ഗുണം 4 12 ഗുണം 4 48. 48 എന്തുകൂടെ ചേർക്കണം? ഒരു 0 കൂടെ ചേർക്കണം. പ്ലസ് 4 സ്ക്വയർ 4ന്റെ സ്ക്വയർ 2. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഗുണം 4 എത്ര? 16. ഇനി ഇതെല്ലാം കൂടെ സൈഡിലോട്ട് മാറ്റി ആഡ് ചെയ്തേ. 3600 പ്ലസ് 480 പ്ലസ് 16 ആഡ് ചെയ്താൽ 6. 0 പ്ലസ് 8 പ്ലസ് 1 8 പ്ലസ് 1 9. അടുത്തത് 6 പ്ലസ് 4 10. 0 റിമൈൻഡർ 1 3 പ്ലസ് 1 ഈക്വൽ 4. അപ്പൊ ആൻസർ 4096. 4000 ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഇങ്ങനെ ആൻസർ കിട്ടിയത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത 3 കണക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഓരോന്ന് ബോർഡിൽ ചെയ്യുമ്പോൾ ശരിയാണോ തെറ്റാണോ നമുക്ക് വെരിഫൈ ചെയ്യാം. അടുത്ത 3 കണക്ക് കണ്ടില്ലയോ? ഇതേപോലെ സ്റ്റെപ്പ് എഴുതി ചെയ്താട്ടെ. മൂന്നാമത്തെ അല്ല, ഇനി കണ്ടല്ലയോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു. എത്ര സ്ക്വയറാ? 35. അപ്പൊ 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ 35 സ്ക്വയർ ഇസ് ഈക്വൽ ടു 30 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. ഇതിലെ 30യെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, 5നെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? വൈ ആയിട്ട്. അപ്പൊ പറഞ്ഞാട്ടെ. അപ്പൊ 30യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ. 30യുടെ സ്ക്വയർ എത്രയാണ്? 30യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. 30യുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. 3യുടെ സ്ക്വയർ എഴുതുക 9. അതിൻ്റെ കൂടെ എത്ര 0 പ്ലസ് 2 ഇൻറ്റു 3 6. 6 ഇൻറ്റു 5 30. അതിന്റെ കൂട്ടത്തിൽ വേണ്ട ഈ 0 എഴുതാം. അപ്പൊ എത്ര കിട്ടും? പ്ലസ് 5 സ്ക്വയർ 25. 900 പ്ലസ് 300 പ്ലസ് 25. 5 2 9 അധികം 3 12. അപ്പൊ ആൻസർ 1225.
25. 1225. ബുക്ക് തുറന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കിക്കേ ശരിയാണോ? ബോർഡിലേക്ക് നോക്കാം. 47 ആണോ? 47 ആണോ? നോക്കാം. 47ന്റെ സ്ക്വയർ. നിങ്ങൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 40 പ്ലസ് 7 ദ ഹോൾ സ്ക്വയർ. 40യെ എക്സ് ആയിട്ട് എടുത്തു, 7നെ വൈ ആയിട്ട് എടുത്തു. പറഞ്ഞാട്ടെ, പറഞ്ഞോ. 40യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 40 ഇൻറ്റു 7 പ്ലസ് 7 സ്ക്വയർ. 40യുടെ സ്ക്വയർ 40ന്റെ സ്ക്വയർ. എളുപ്പമാർഗം 4ന്റെ സ്ക്വയർ എഴുതുക. 16 2 0 ആണോ? പ്ലസ് 2 ഗുണം 4 8. 8 ഗുണം 7. ഗുണനപ്പട്ടിയൊക്കെ പഠിക്കാതെ രക്ഷയില്ല. 8 ഗുണം 7 8 7s are 8 7s are 8 7s are 56. 56. കൂട്ടത്തിൽ എന്തുകൂടെ ചേർക്കണം? ഒരു 0 തിരുത്താൻ ഞാൻ പറഞ്ഞില്ല. പ്ലസ് 7ന്റെ സ്ക്വയർ. 7ന്റെ സ്ക്വയർ 49. അപ്പോൾ 1600 പ്ലസ് 560 പ്ലസ് 49 ആഡ് ചെയ്യുന്നു. പറഞ്ഞാട്ടെ 9. 6 4 കൂട്ടിയാൽ 10ന് 0 ശിഷ്ട 1. 6 1 10 7 7 5 7 5 12ന് 2 ശിഷ്ട 1 1 1 2. ആൻസർ 2209. 2209. ബുക്ക് ഓർ നോക്കിക്കോ ഉത്തരം ശരിയാണോന്ന്. പറഞ്ഞാട്ടെ. 53യുടെ സ്ക്വയർ. പറഞ്ഞോ. 50 പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. 50യെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, 3യെ നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നു. പറഞ്ഞാട്ടെ. 50യുടെ സ്ക്വയർ പ്ലസ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 50 ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ. 50യുടെ സ്ക്വയർ എന്തൊരു എളുപ്പമാർഗം? ആദ്യം 5ന്റെ സ്ക്വയർ എടുക്കുക. 25 25. എത്ര 0? 2 0. 2 ഗുണം 5 10. 10 ഗുണം 3 30. അതിന്റെ കൂടെ ഒരു 0 കൂടെ ചേർക്കണം. 300 പ്ലസ് 3ന്റെ സ്ക്വയർ 9. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്യാൻ പോവാണ്. 2500 ആണോ? പ്ലസ് 300 പ്ലസ് 9. അപ്പൊ 9082. ആൻസർ 2809. ബുക്ക് ഓർ നോക്കിക്കേ ശരിയാണോ? ആണോ? ശരിയാണോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വായിച്ചു നോക്കണം. എവിടെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അടുത്ത എത്ര സ്ക്വയർ ആണ് പറഞ്ഞാട്ടെ? 88 ആണോ? ബോർഡിലോട്ട് നോക്കിയേ. അനാമിക എവിടെ നോക്കിയിരിക്കുക? 88 സ്ക്വയർ. പറഞ്ഞാട്ടെ. 80 പ്ലസ് 8 ദ ഹോൾ സ്ക്വയർ. ഇത് എക്സ് ആയിട്ട് എടുക്കുക, ഇത് വൈ ആയിട്ട് എടുക്കുക. പറഞ്ഞാട്ടെ. 80 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 80 ഇൻറ്റു 8 പ്ലസ് 8 സ്ക്വയർ. 80യുടെ സ്ക്വയർ ഇങ്ങനെ എളുപ്പമാർഗം. ആദ്യം 8ന്റെ സ്ക്വയർ എടുക്കുക. 8ന്റെ സ്ക്വയർ 8 8 64. പിന്നെ 2 0 ആണോ? 2 ഗുണം 8 2 8s are 16 16. 16നെ വീണ്ടും 8 കൊണ്ട് ഗുണിക്കണം. പറഞ്ഞാട്ടെ. 6 8 48ന് 8 ശിഷ്ടം 4. 1 8 8 4 12 128. പിന്നെ ആരെ കൂടെ ചേർക്കണം? ഒരു 0
പ്ലസ് 8ന്റെ സ്ക്വയർ 64. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. 6400 പ്ലസ് 1280 പ്ലസ് 64. ആഡ് ചെയ്യുമ്പോ 4 8 ആറും 8 6 കൂട്ടിയാൽ 14ന് 4 ശിഷ്ട 1 4 2 6 1 7 6 1 7. എത്ര കിട്ടിയ ആൻസർ? 7744. 7744 ആണോ?